ഹലോ, ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണി ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ എങ്ങനെയെന്ന് നോക്കട്ടെ നമുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ നെയ്യല്ല കേട്ടോ, നെയ്യിൻ്റെ പകരം ഞാൻ നമ്മളെ വെളിച്ചെണ്ണയാണ് എടുത്തുക്കണേ. വെളിച്ചെണ്ണ സാറെന്നൊക്കെ പറയേണ്ടി വരും ഇപ്പോൾ നമ്മൾ. അപ്പോൾ വെളിച്ചെണ്ണ അല്ല കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 3/4 കിലോ റൈസാണ് കേട്ടോ അവിടെ എടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് 4 വലിയ ഉള്ളി ഇതാ നല്ല സ്ലൈസാക്കി അരിഞ്ഞത് അത് തന്നെ ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് നല്ല വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 4 വലിയുള്ളി, 4 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, പിന്നെ ഞാൻ ഒരു 5-6 പച്ചമുളക് എടുത്തിക്കണം കേട്ടോ. ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ബിരിയാണിയിൽ. വേറെ സ്പൈസസ് എന്ന് പറഞ്ഞാൽ ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടിയുള്ള അതും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എല്ലതും കൂടി ഒന്ന് മിക്സായി ഒന്ന് വഴണ്ട് വരുന്നത് വരെ നമ്മൾ മൂടി വെച്ച് വേവിക്കും കേട്ടോ. ഞാൻ ഇവിടെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് 1 കിലോ ചെമ്മീനും 3/4 കിലോ റൈസുമാണ്. പക്ഷേ 1 കിലോ ചെമ്മീൻ ഫുൾ എടുക്കുന്നില്ല, അതിൽ ഒരു 1/4 ഭാഗം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്, ചെമ്മീൻ ബിരിയാണിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഫ്രൈ ചെയ്യാതെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ. പൊരിക്കുന്നതിനേക്കാളും കൂടുതൽ അധികം ആൾക്കാരും പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ പൊരിക്കാതെ ഉണ്ടാക്കുന്നത് ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഞാൻ എല്ലാ ബിരിയാണിയിലും കുറച്ച് മല്ലിപ്പൊടി ചേർക്കും. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അത്ര മസാല നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. പിന്നെ മസാല ചേർക്കുകയെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഗരം മസാല, അതായത് ബിരിയാണി മസാല, അത് നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ. അതൊരു ചെറിയ ടീസ്പൂൺ ഞാൻ ഈ 3/4 കിലോ റൈസിലേക്ക് ചേർക്കുന്നുള്ളൂ, ഈ മസാലയ്ക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതന്നെ ഭയങ്കര കുത്തൽ വരും. നമ്മൾ വീട്ടിൽ പൊടിച്ചത് കാരണം ഒന്നും കൂടി സ്ട്രോങ് ആണ്. നമ്മൾ മേടിക്കുന്നത് പോലെയല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഗുണം കൂടും. അപ്പോൾ അത് അത്രയും ഞാൻ ചേർക്കുള്ളൂ. അപ്പോൾ ചെമ്മീനൊക്കെ ഒന്നിട്ട് അതൊന്ന് സെറ്റായതിന് ശേഷമാണ് ഞാൻ ഗരം മസാല ചേർക്കുക. അപ്പം നമ്മൾ ചെമ്മീനൊക്കെ ഒന്ന് ഈ മസാലയിലൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് 3/4 വേവ് ആയിട്ടുണ്ട്. ഈ ക്യാമറയിൽ ഇതിൻ്റെ കളറ് ഇങ്ങനെ ഇട്ടോ കാണിക്കണത്, ഇത് സാരമില്ല. അപ്പോൾ ഇത് പിന്നെ അതിൻ്റെ ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി കട്ട് ചെയ്തും കൂടി ഇട്ട്, ഇതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് തൈര് ആഡ് ചെയ്യട്ടെ. എൻ്റെ അടുത്ത് കയ്യിലില്ലാത്തത് കാരണം ഞാൻ തൈര് ആഡ് ചെയ്യണില്ല. അപ്പം ഇത്ര സാധനങ്ങളെ നമ്മൾ ഈ മസാലയ്ക്ക് ഇടുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ പാടെ ഒന്നും കൂടി മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് സെറ്റാണ്, ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി സെറ്റാക്കി എടുക്കുക കേട്ടോ. അത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളിതാ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അരി വേവിക്കുന്ന വെള്ളത്തിൽ ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ചീരകവും, ഒരു 5-6 ഏലക്കായ, ഒരു കറുകാമ്പട്ട, 4 കറാമ്പൂവ്, പിന്നെ ബിരിയാണി ലീഫ്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ അരി കഴുകിയ അരി ഇതാ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, ഉപ്പിട്ടാൻ മറക്കരുത് ആരും. അപ്പം ബിരിയാണി കൈതാന്നൊക്കെ പറയും ഈ ലീഫിന്, ആ വലിയ ലീഫിന്. അപ്പോൾ ഇതാ നമ്മൾ റൈസൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി ആ മസാലയ്ക്ക് ഇതൊന്ന് ഊറ്റിയതിൻ്റെ ശേഷം നമ്മൾ ഈ മസാലയ്ക്ക് ഇത് ആ ചൂടോട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ആ ഊറ്റിയ ആ ഒരു ലേശം വെള്ളത്തിൻ്റെ കണ്ടൻറ്റും ഉണ്ടാവണം. പിന്നെ നമ്മൾ ഈ ആ ചൂടോട് തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഇതിനൊന്ന് അടച്ച് വെച്ച് ഒരു വെയിറ്റൊക്കെ വെച്ച് ഒന്ന് ആവി കയറ്റി വരുത്തണം. അപ്പോഴാണ് നമ്മൾ ബിരിയാണി ദമ്മിടുന്ന പോലെ തന്നെ ഒന്ന് വെയിറ്റ് വെച്ച് 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒക്കെ ഒന്ന് സെറ്റായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഞാനിതാ ഈ അരി റൈസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ കുറച്ച് ഒരു പിഞ്ച് ഗരം മസാലേൻ്റെ പൊടിയും കൂടി തൂവി കൊടുക്കും. പിന്നെ കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് അതിൻ്റെ ടോപ്പിൽ ലേശം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് നെയ്യില്ലാത്ത കാരണം ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഇതിൻ്റെ ടോപ്പിൽ ലേശം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് വെയിറ്റൊക്കെ വെച്ചിട്ട് അടച്ച് വെച്ച്
അത് 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക. എന്നിട്ട് നമ്മൾ കഴിക്കാൻ, എന്നിട്ട് ഒന്ന് മിക്സാക്കി ബിരിയാണി നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും ഫാൾട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം, നമ്മൾ ശരിയാക്കുന്നതാണ്. അപ്പോൾ തന്നെ നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പൊരിച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക്. അപ്പം ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഗാർണിഷിന് വേണമെങ്കിൽ ഉള്ളിയൊക്കെ മുരിയിച്ചിട്ടൊക്കെ ഇടാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, ശരി.